ബോളിവുഡ് അല്ല ഹിന്ദി സിനിമ ഇതിൽ വളരെ കുറവേ ഉള്ളൂ. അതുകൊണ്ടാണ് ഹിന്ദി സിനിമ വർക്ക് ചെയ്യാത്തത്. കാരണം അവർ പണ്ടേ ഉള്ള കുറേ ഫോർമുലകളുണ്ടല്ലോ, ആ ഫോർമുല വെച്ചിട്ടാണ് ഇപ്പോഴും ചെയ്യുന്നത്. പ്രൈഡ് മമ്മൂട്ടി മോഹൻലാൽ ഒരു എന്തോ ഒരു അഭിമാനമാണ് എവിടെ പോയാലും. അതെ, മമ്മൂട്ടിയുടെ ആ ഒരു സിനിമയുണ്ടല്ലോ, മറ്റേ ഹോമോസെക്ഷുവാലിറ്റി, അത് ഒന്ന് കാണിക്കുന്നൊന്നും, കാതൽ എന്ന് പറഞ്ഞ സിനിമ, അത് അങ്ങനെയുള്ള ഒരു സിനിമ ചെയ്യാൻ തയ്യാറാവുകയെന്നുള്ളതല്ലേ. ജനറൽ പിക്ചേഴ്സ് രവി എന്ന് പറയുന്ന ആളുണ്ടല്ലോ, അന്നില്ലെങ്കിൽ അരവിന്ദനെ പോലുള്ള ഫിലിം മേക്കേഴ്സിന് അടൂരുമില്ല. മാളവി അങ്ങനെയാണ്, ബോംബെ പോലെ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇപ്പൊ സിനിമാറ്റോഗ്രാഫി അല്ലെങ്കിൽ സിനിമ മടുക്കുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഞാനപ്പോൾ നിർത്തും. ഞാനൊരിക്കലും മടുത്തിട്ട് ശേഷം വെറും ഇത് തൊഴിലല്ലേ കൊണ്ട് കൊണ്ടുപോകില്ല. ഞാൻ എപ്പോഴും ഇവിടുന്ന് പോയിട്ടില്ല, മനസ്സുകൊണ്ട് ഒരിക്കലും പോയിട്ടില്ല. അവിടെ തിരിച്ചു വരവ് അങ്ങനെ ഒരു ഒന്നില്ല ശരിക്കും. ഇല്ല, ഞാനിവിടെ തന്നെ, ഞാൻ നാടും നാട്ടിലെ സിനിമകളും അതൊക്കെ തന്നെ എൻ്റെ മനസ്സിലെപ്പോഴും ഉള്ളത്. മോനേട്ടൻ ഈ മലയാളിയായിട്ടും മലയാളത്തിനെ ഒന്ന് അവഗണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം ഒരു കാർബൺ സിനിമ ചെയ്തു, എനിക്കൊന്ന് 6-7 അവാർഡുകൾ, സ്റ്റേറ്റ് അവാർഡുകൾ അതിന് കിട്ടിയിട്ടുണ്ട് ഈ കാർബൺ സിനിമ. പക്ഷെ മലയാളത്തിലേക്ക് അങ്ങനെ വേണ്ട പോലെ ഒരു വന്നിട്ടില്ല. ബോളിവുഡിൽ തന്നെ ഒരു എന്താണ് അവിടുത്തെ അതിൻ്റെ പ്രശ്നം, അത് മലയാളം സിനിമ ചെയ്യാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല. അത് മലയാളം സിനിമ ചെയ്യാൻ എനിക്ക് ഇഷ്ടമായി. എനിക്ക് ഇന്നത്തെ ഇത് നോക്കുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം മലയാളം സിനിമകളാണ്. എനിക്ക് മറ്റ് ഇന്ത്യയിൽ നടക്കുന്ന സിനിമകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഇത് മലയാളത്തിലാണ് കുറേ കൂടി സിനിമ നടക്കുന്നുള്ളത് ശരിക്കും. നല്ല കണ്ടന്റും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുക, കുറേ കൂടി പിന്നെ കുറച്ചുകൂടി റിയലിസ്റ്റിക് എന്നല്ല, ആ സിനിമ എന്ന് പറയുന്നത് ഒരു ഭാഷയാണല്ലോ. ആ സിനിമയുടെ ഭാഷേനെ കുറേ കൂടി എന്നുവെച്ചാൽ ഭാഷ ഇങ്ങനെ എല്ലാ സമയത്തും ഇങ്ങനെ രൂപാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കുമല്ലോ. അത് ആവശ്യമാണ്. അത് എല്ലാ ഭാഷയും എല്ലാ സാധനത്തെയും രൂപാന്തരം പ്രാപിക്കണം ശരിക്കും. കാരണം അതാണ് ഭാഷ ഒഴുകുന്ന ഒരു ഇതുപോലെയാണ്, ഒരു നദി പോലെ അതിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ അതിലിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അത് പുതിയ രീതിയിൽ എക്സ്പ്ലോർ ചെയ്യണം, അതിനെ വീണ്ടും മുമ്പോട്ട് കൊണ്ടുപോകണം. അത് നടക്കുന്നത് കുറെ കൂടി മലയാളത്തിൽ. സിനിമയെ കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യാന്നില്ലേ, സിനിമ എന്ന മീഡിയത്തിനെ കുറെ കൂടി എക്സ്പ്ലോർ ചെയ്യുക, കുറെ കൂടി ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ് എടുക്കുക, എന്നിട്ട് ഇൻട്രസ്റ്റിംഗ് രീതിയിൽ ചെയ്യുക. ഇപ്പം കഥ ഇപ്പം എന്തായാലും ഇപ്പം ഒരു കഥ എടുത്തിട്ട് ഒരു 50 കൊല്ലം മുമ്പ് ആ കഥ സിനിമ എടുക്കുന്ന രീതിയും ഇന്ന് അതേ കഥ എടുത്ത് ഇന്ന് സിനിമ എടുക്കുന്ന രീതി ഒരുപോലെ ആയിരിക്കുമല്ലോ. അന്ന് അതേപോലെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സിനിമയ്ക്ക് യാതൊരു വാല്യൂ ഇല്ല. കാരണം നമ്മൾ കാണുന്ന രീതി മാറും. നമ്മുടെ അത് നിരന്തരമായിട്ട് പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനം, അത് രൂപാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പം അത് ആ മെറ്റമോർഫോസിസ് അല്ലെങ്കിൽ ആ ഒരു തരം ഇതില്ലേ, ഇത് വരുന്നത് മലയാളത്തിൽ മാത്രമേ. മലയാളത്തിലാണുള്ളത് എനിക്ക് തോന്നുന്നത്. മലയാളമാണ് എനിക്ക് തോന്നുന്നത് ഒരു മാറിക്കൊണ്ടേയിരിക്കുന്ന സിനിമ എനിക്ക് തോന്നുന്നത് മലയാളത്തിലാണെന്ന് തോന്നുന്നു. അതെ, പക്ഷെ അതുകൊണ്ട് തന്നെയാണ് മലയാളം സിനിമ എനിക്ക് വളരെ ഇഷ്ടമാണ് ശരിക്കും. ഇന്ന് നടക്കുന്ന ഒരുപാട് യങ്സ്റ്റേഴ്സ് ചെയ്യുന്ന പല സിനിമകളും കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിനിമകൾ. പക്ഷേ ഇവർ ആരെങ്കിലും വിളിക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ വളരെ ലാസ്റ്റ് മൊമെന്റിലാണ് വിളിക്കുക. അപ്പൊ അതിനു മുമ്പേ ഞാൻ എന്തെങ്കിലും കമ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് എനിക്ക് മലയാളം എടുക്കാൻ പറ്റാറില്ല. പിന്നെ ബോംബെ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരുപാട് പണം കിട്ടുന്ന, സാമ്പത്തികമായ ഒരുപാട് അല്ല, സാമ്പത്തികത നോക്കും ഞാൻ, പക്ഷെ സാമ്പത്തികമല്ല നോക്കാതെ ഞാൻ സിനിമ ചെയ്യാറുണ്ട്. ഞാനിപ്പോൾ ചെയ്യുന്ന സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. മിസ് ലവ്ലിയൊക്കെ ഞാനൊന്നും വാങ്ങാതെ ചെയ്ത സിനിമയാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ചെയ്തതാണ്. അപ്പോൾ ആ സബ്ജക്റ്റ് എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാനൊന്നും പറഞ്ഞിട്ടേ ഇല്ല, എനിക്ക് ഇഫ് യു ക്യാൻ പേ എന്തെങ്കിലും നീ തരാൻ പറ്റൊക്കെ ചെയ്തില്ലെങ്കിൽ തന്നില്ലെങ്കിൽ എനിക്ക് ഒരു വിഷമമില്ല എന്ന് പറഞ്ഞ് 2 മാസം ചെയ്ത സിനിമയാണ്. ഒരു 45 ദിവസം ഷൂട്ട് ചെയ്ത സിനിമയാണ്. അപ്പോൾ അത് ചെയ്യും, കാരണം സിനിമയോടുള്ള പാഷൻ എന്നുണ്ട്. പക്ഷേ പിന്നെ ആ സബ്ജക്റ്റ് ആ ചെയ്യുന്ന സിനിമ, ചില സിനിമ കമേഴ്ഷ്യൽ സിനിമ നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. കാരണം അതൊരു കച്ചവട സിനിമയാണ്. വലിയ സിനിമാ താരങ്ങളുണ്ട്, അതിനകത്ത് സ്റ്റാർസ് ഉണ്ടാവും. സ്റ്റാർസിനൊക്കെ കാശ് കൊടുക്കും, നമുക്കും കാശ് തരണം, അത്രേ ഉള്ളൂ. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ലോജിക്കാണ്. അത് നമ്മുടെ തൊഴിൽ, അത് ചെയ്യുക, അത് തൊഴിൽ ചെയ്ത് നമ്മൾ ജീവിച്ചു പോകുന്നത് കൊണ്ട്, കമേഴ്ഷ്യൽ സിനിമ കൊണ്ടാണ് സാമ്പത്തികമായി ജീവിച്ചു പോകുന്നത്. മറ്റു സിനിമ ഇങ്ങനെ ആ രീതിയിൽ സംതൃപ്തി, അതെ, സംതൃപ്തിയോടുകൂടി ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഒരു സിനിമ ചെയ്യണം. അല്ല, കമേഴ്ഷ്യൽ സിനിമയിൽ സംതൃപ്തി ഉണ്ട് തീർച്ചയായും. കാരണം ഞാൻ ചെയ്യുന്ന എല്ലാ വർക്കും ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ ഒരു നമ്മളൊരു ജീവിത
വീക്ഷണം എങ്ങനെയാണ് ഒരു ഇതില്ലേ, നമ്മൾ ചെയ്യുന്ന വർക്ക് വളരെ ആത്മാർത്ഥത്തോടെ ചെയ്യണം. അത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥത്തോടെ ചെയ്യാത്ത ഐഡിയോളജിക്കലി അതുമായിട്ട് എഗ്രി ചെയ്യുന്നുണ്ടെങ്കിലോ ഇല്ലെങ്കിലോ നമ്മളത് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് ചെയ്യണം. അത് ഞാൻ ഞാൻ എൻ്റെ 100% എല്ലാ സിനിമയിലിടും. അത് പിന്നെ ഡോണിലായാലും അതുപോലെ തന്നെയാണ്, മിസ് ലവ്ലി തന്നെ. പക്ഷെ മിസ് ലവ്ലിയാണ് പിന്നെ എനിക്ക് എനിക്ക് മനസ്സിന് സിനിമ മിസ് ലവ്ലി. പക്ഷെ അതുകൊണ്ട് ഡോണിനെ ഞാൻ ഒരിക്കലും മോശമായിട്ട് കാണില്ല. ഡോണിൽ നല്ല ഞാൻ ചെയ്തിട്ട് ആത്മാർത്ഥമായിട്ടാണ് ചെയ്തത്. ഡോൺ എനിക്ക് ഇഷ്ടമാണ് ഞാൻ ചെയ്തത്, എൻ്റെ വർക്ക് ഇഷ്ടമാണ്. പക്ഷെ അത് രണ്ടും ഞാൻ കാണുന്നത് എങ്ങനെയാണ്, നമ്മുടെ ഒരു ഇഷ്ടം ഉണ്ടാവില്ല, ഒരു ചെറിയ ശതമാനം, ഒരു പൊടി കൂടുതൽ അങ്ങോട്ടാണ്, അത്രേ ഉള്ളൂ. പക്ഷെ കാർബൺ സിനിമ സൗഹൃദത്തിന്റെ അടിസ്ഥാനത്തിൽ വന്നതാണോ വേണുവുമായിട്ട്? എങ്ങനെയാണ് കാർബൺ വന്നത്? പിന്നെ സൗഹൃദത്തിന്റെ അടിസ്ഥാനത്തിലാണ് തോന്നിയത് കണ്ടപ്പോ. അതെ, അത് പിന്നെ വേണുവിന് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമാട്ടോഗ്രാഫർ. നിങ്ങൾ സമകാലികരല്ല, എന്റെ സീനിയറാണ്. 4 വർഷം മുമ്പാണ് വേണു കഴിഞ്ഞത്. ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരുമ്പം വേണു പാസ് ഔട്ടായിട്ടുണ്ടായിരുന്നു അവിടുന്ന്. പക്ഷെ വേണുവിൻ്റെ വർക്ക് എനിക്ക് നല്ല ഇഷ്ടം. വേണു നല്ലൊരു ഇൻട്രസ്റ്റിംഗ് നല്ല സിനിമാട്ടോഗ്രാഫറാണ്. അപ്പോൾ എന്നെങ്ങനെ വിളിച്ച് എന്നോട് പറഞ്ഞു, മോനെ നീ ഇത് ചെയ്യണം എന്ന് പറയുമ്പം അത് ഇല്ലയെന്ന് എനിക്ക് പറയാൻ എന്തായാലും പറ്റില്ല. എന്തായാലും ഞാൻ പറഞ്ഞാൽ ചെയ്യാമെന്ന്. എന്തായാലും പറ്റില്ലെന്ന്. അതാ ഇല്ലയെന്ന് പറയാൻ പറ്റില്ല വേണുവിനോട്. കാരണം വേണുവിന് ഞാൻ ഇഷ്ടപ്പെട്ട ഒരാളാണ്, അതുപോലെ ഈ നല്ല സിനിമാട്ടോഗ്രാഫറാണ്. അപ്പം അങ്ങനെയാണ് തോന്നി ചെയ്തത്. പിന്നീട് ഈ അതിനെനിക്കൊന്ന് 6-7 സ്റ്റേറ്റ് അവാർഡുകൾ കിട്ടിയല്ലേ? അതെ, ഒരു അവാർഡ് പോരായിട്ട് കിട്ടി. എങ്ങനെയാണ് എനിക്ക് കിട്ടിയ സ്റ്റേറ്റ് അവാർഡാണ്. ഇതൊന്ന് കേരളത്തിൽ നിന്ന് പോയി ബോളിവുഡിലായാലും കേരളം അംഗീകരിച്ചിട്ടുണ്ട്. അതെ അല്ലേ? പക്ഷെ വീണ്ടും മലയാളത്തിലേക്ക് അങ്ങനെ സജീവമാവാൻ തീരുമാനിച്ചിട്ടില്ലേ? എന്താണ് എനിക്ക് ചെയ്യണം? മലയാളത്തിൽ സിനിമ ചെയ്യാൻ വളരെ താല്പര്യമുണ്ട്. നല്ല സബ്ജക്റ്റ് വരികയാണെങ്കിൽ ഉണ്ടല്ലോ, തീർച്ചയായിട്ടും മലയാളത്തിൽ ചെയ്യും. എനിക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് മലയാളത്തിൽ. അത് മുമ്പേ ഉണ്ട് എനിക്ക്. ഞാൻ പറഞ്ഞില്ലേ, മലയാളം സിനിമ എനിക്കിപ്പോഴും ഇഷ്ടമാണ്. മലയാളത്തിൽ പുതിയ സിനിമകൾ കാണാറുണ്ടോ? എങ്ങനെയാണ്? ഞാൻ കാണാറുണ്ട്. ഞാൻ സിനിമകൾ കാണാറുണ്ട്. ഈ ചേഞ്ചായി വരുന്നതൊക്കെ കാണാറുണ്ട്. നല്ല ഒരുപാട് സിനിമകളുണ്ട്. യങ്സ്റ്റേഴ്സ് എടുക്കുന്ന കുറെ സിനിമകളില്ലേ, നല്ല സിനിമകളൊക്കെ ഉണ്ട്. ഇപ്പോ മോനേട്ടന്റെ മകൾ തന്നെ ഇപ്പൊ മലയാളത്തിലൊരു താരമായി അല്ലേ? ഹൃദയപൂർവ്വം എന്ന സിനിമയിലെ മാളവിക മോഹൻ കെ യു മോഹനന്റെ മകളാണ്. അപ്പോൾ ഏറ്റവും വിജയിച്ച ഒരു സിനിമകളിലാണ് സമീപകാലത്തെ. അത് മോഹൻലാലിന്റെ കൂടെ. മകൾ ആദ്യം വന്നത് പട്ടം പോലെ സിനിമ അല്ലേ? അതിൽ നിന്ന് വന്ന് ഇന്നിപ്പോ മലയാളത്തിൽ ഏറ്റവും തിളങ്ങി നിൽക്കുന്ന ഒരു താരമാണ്. മകളെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത്? ആ സിനിമയെ കുറിച്ച് കണ്ടിട്ടുണ്ടാവുമല്ലോ? സിനിമ എനിക്കൊന്ന് ഇപ്പൊ നാട്ടിൽ വന്നപ്പോഴാണ് കണ്ടതെന്ന് തോന്നുന്നല്ലേ? അതെ. ഇപ്പൊ മകളുടെ കൂടെ കാണണമെന്നുണ്ടായിരുന്നു. അപ്പൊ മകളുടെ കൂടെ തന്നെ കണ്ട് പയ്യനൂരുന്ന. അപ്പോ അത് അവള് ശരിക്കും എൻ്റെ മകളായതുകൊണ്ട് പറയല്ല, അവള് വളരെ കഠിനാധ്വാനം ചെയ്യുന്നതാണ്. നല്ലോണം സിൻസിയറായിട്ട് തന്നെ ചെയ്യും പണിയൊക്കെ ഇല്ലേ. പിന്നെ അത് വെച്ച് അവനവൻ എല്ലാവർക്കും ലിമിറ്റേഷൻസ് ഉണ്ടാവില്ല. ആ ലിമിറ്റേഷൻസിനെ മുഴുവൻ ഓവർകം ചെയ്ത് അതിനെ നല്ല രീതിയിൽ എത്ര നല്ല രീതിയിൽ ഉണ്ടാക്കാന്നുള്ള അവൾ നല്ലവണ്ണം ശ്രമിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിലത്തെ കഥാപാത്രം എനിക്ക് തോന്നുന്നത് മാളവികക്ക് ഏറ്റവും ആപ്റ്റാണെന്ന് തോന്നുന്നു. കാരണം മാളവിക പഠിച്ചതും പൂനെ ആ ഒരു അന്തരീക്ഷത്തിലാണ്. അതെ, തീർച്ചയായിട്ടും അത് അവൾ കറക്റ്റായിട്ട്. കാരണം മാളവിക അങ്ങനെയാണ്. ബോംബെ പുനലി വ്യത്യാസമൊന്നുമില്ല. ബോംബെയിൽ വളർന്ന കുട്ടിയാണ്. അതുകൊണ്ട് അവളുടെ മലയാളവും അങ്ങനെ തന്നെയാണ്, സ്വഭാവം എല്ലാം അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് അവൾക്കത് അധികം പിന്നെ ബുദ്ധിമുട്ടേണ്ടി വന്നില്ല ആ ക്യാരക്ടറിലേക്ക് കയറി എത്തിപ്പെടാൻ വേണ്ടിയിട്ട്. എനിക്കൊന്ന് മകളെ ഒരു മമ്മൂട്ടിയാണെന്ന് തോന്നുന്നല്ലേ മകളെ ആദ്യം അഭിനയിച്ചൂടെ ചോദിച്ചതെന്ന്, അങ്ങനെ എന്തോ ഞാൻ കേട്ടു. അല്ല അത് ഉണ്ടായിരുന്നത് അത് പിന്നെ ഞാൻ വളരെ മുമ്പ് ഒരു 10 വർഷത്തിന് മുമ്പ് ഞാൻ ഒരു അഡ്വർടൈസ്മെന്റ് ചെയ്യായിരുന്നു. ഏതോ ഒരു മലയാളം കേരളത്തിൽ തന്നെ സോപ്പിന്റെ ഒരു അഡ്വർടൈസ്മെന്റ്, ലക്ഷറി സോപ്പിന്റെ. അപ്പോൾ അത് മമ്മൂട്ടി ആണ് അതിന്റെ പിന്നെ അതിന്റെ ചെയ്യുന്നത്. അപ്പൊ അത് ഷൂട്ടിംഗ് നടക്കുന്നത് ബോംബെയിലായിരുന്നു. ബോംബെയിലെ ഫിലിം സിറ്റിയിൽ ഇതാക്കി. അപ്പോൾ അവിടെ മമ്മൂട്ടി വരുന്നത് സാധാരണ ഒരു ഷൂട്ടിങ്ങിനും എൻ്റെ ഭാര്യ അങ്ങനെ വരാറില്ല ബോംബെയിൽ കാണാൻ വേണ്ടിയിട്ട്. വളരെ അപൂർവമായിട്ട് ഷാറൂഖിൻ്റെ ഷൂട്ടിങ്ങിനുണ്ടെങ്കിൽ വരും. ഷാറൂഖിനെ ഇഷ്ടമായതുകൊണ്ട് ഷാറൂഖിൻ്റെ ഷൂട്ടിങ്ങിന് വരും. അല്ലാതെ ഒരു ഷൂട്ടിങ്ങിൽ എൻ്റെ ഭാര്യ വരാറില്ല. ഞാൻ അത്രയും അഡ്വർടൈസ്മെന്റ് ഇതുവരെ വന്നിട്ടേ ഇല്ല. അഡ്വർടൈസ്മെന്റ് ഷൂട്ടിങ്ങിന്
അപ്പോൾ മമ്മൂട്ടി എന്ന സമയത്ത് ഞാൻ വരുന്നുണ്ട് അങ്ങോട്ട് വന്നിട്ട് അങ്ങനെ എൻ്റെ ഭാര്യയും ബീനയും പിന്നെ മാളവികയും അവർ രണ്ടുപേരും വന്നു. അവർക്ക് മമ്മൂട്ടി കാണണം എന്ന് പറഞ്ഞിട്ട്. കാരണം മലയാളികൾക്ക് ഇപ്പം ഭയങ്കര സ്പിരിറ്റാണ്. മമ്മൂട്ടി എന്നാൽ ഒരു ഒരു പ്രൈഡാണ്. മമ്മൂട്ടി മോഹൻലാൽ ഒരു എന്തോ ഒരു അഭിമാനമാണ് എവിടെ പോയാലും. അതെ. അപ്പോൾ വന്നു അവർ രാവിലെ വന്നു അവിടെ എൻ്റെ കൂടെ തന്നെ ഇവിടെ വന്ന്. ഇപ്പം ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുമ്പം ഇപ്പോൾ ഒരു ഷോട്ട് കഴിഞ്ഞ് വേറെ ഷോട്ടാകുമ്പോൾ അതിൻ്റെ സെറ്റ് ചെയ്യാൻ വേണ്ടി സമയം എടുക്കുമല്ലോ. അപ്പോൾ മമ്മൂട്ടിക്ക് മലയാളം കിട്ടി ഇവിടെ സംസാരിക്കാൻ വേണ്ടി. അപ്പോൾ മമ്മൂട്ടിയും അവരൊക്കെ ഇരുന്ന് സംസാരിച്ച് കുറേ നേരം സംസാരിച്ചുകൊണ്ടിരിക്കുക ദിവസം മുഴുവൻ. അങ്ങനെ എന്തൊക്കെയായി ഇങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ആ ദിവസം വൈകുന്നേരം ആകുമ്പം പിന്നെ മമ്മൂട്ടി ചോദിച്ചു മോളോട്, എന്നോട് പറഞ്ഞു, ഞാൻ കേട്ടിട്ടില്ല, എന്നോട് ചോദിച്ചു മോൾക്ക് സിനിമയിലൊക്കെ അഭിനയിച്ചൂടെ? എൻ്റെ കൂടെ അല്ല, പിന്നെ ചെറുപ്പക്കാരുടെ കൂടെ അഭിനയിച്ചു. അപ്പോൾ അവള് പറഞ്ഞു, എനിക്കറിയില്ല. കാരണം അങ്ങനെ ഒരു തോന്നലേ ഉണ്ടായിരുന്നില്ല. തീരുമാനിച്ചിട്ടില്ല അല്ല, ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു തോന്നലേ ഉണ്ടായിരുന്നില്ല. ആക്ടർ ആവണമെന്ന് തോന്നലേ ഉണ്ടായിരുന്നില്ല. പിന്നെ മമ്മൂട്ടി കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഐപാഡിലൊക്കെ ആ സമയത്ത്. വെറുതെ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നതിൻ്റെ ഫോട്ടോ എൻ്റെ ഉണ്ട്. ഫോട്ടോ ഒക്കെ എടുത്തിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോണ്ട് ഒരു ഫോൺ വരുന്നത്. പിന്നെ ഇവിടെ സിനിമാട്ടോഗ്രാഫർ അളകപ്പനുണ്ട്. അളകപ്പൻ പുതിയൊരു സിനിമ പിന്നെ ചെയ്യുകയാണ്. അപ്പോൾ ദുൽഖറാണ് അതിൽ പിന്നെ അഭിനയിക്കുന്നത്. അപ്പോൾ ദുൽഖറിൻ്റെ ഓപ്പോസിറ്റായിട്ട് മോള് പിന്നെ മമ്മൂട്ടി സാറ് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ മോൾക്ക് ഇഷ്ടമുണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ചോദിക്കാം അവളോട് ഇഷ്ടമുണ്ടോന്ന്. അപ്പം ഞാൻ ചോദിച്ചു. അവൾ പറഞ്ഞു, അതിൽ ട്രൈ ഒന്ന് ശ്രമിച്ചു നോക്കാം, ഞാൻ ശ്രമിച്ചു നോക്കാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണ് അവളുടെ കരിയർ തുടങ്ങിയത്. അത് ശരിക്കും ചെയ്തത് ഉറപ്പായിട്ടും പിന്നെ മമ്മൂട്ടി സാർ തന്നെയാണ് ചെയ്തതാണ് അല്ലേ. അങ്ങനെയാണ് അവളുടെ കരിയറിനെ തുടങ്ങിയത്. ആക്ടറായി മാറിയതല്ലേ, അതിൻ്റെ പിന്നിലുള്ളത് ആള് ഉറപ്പായിട്ട് മമ്മൂട്ടി തന്നെയാണ്. അതിപ്പോ മോഹൻലാലിന്റെ പടത്തിൽ വരെ എത്തി നിൽക്കുകയാണ് അല്ലേ അവളിപ്പോ അല്ലേ. അതെ. ഈ രണ്ട് താരങ്ങൾ മലയാളത്തില് ഇപ്പോഴും ഇപ്പം മലയാളത്തിൽ പുതിയ താരങ്ങൾ ഇപ്പം മോനേട്ടൻ ഇവരുടെയൊക്കെ ഒരു പഴയ സിനിമകളും കണ്ടിട്ടുണ്ടാവും. മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും പുതിയ സിനിമകൾ കൂടി ഇപ്പം മകളോടൊപ്പമുള്ള സിനിമ കൂടി കണ്ടിട്ടുണ്ടാവും. ഇവരും മാറുന്നില്ലേ അല്ലേ? മലയാള സിനിമ മാറുമ്പോൾ താരങ്ങളും മാറി ഒരു വലിയൊരു മലയാളത്തിൻ്റെ ഒരു മാറ്റത്തെ എങ്ങനെയാണ് ഒരു പ്രത്യേകമായിട്ട് കാണുന്നത്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മലയാളത്തിലാണ് ഇതിന്. കാരണം ഈ മാറ്റം അനിവാര്യമാണ് ശരിക്കും. മാറ്റം ഇല്ലെങ്കിലാണ് പ്രശ്നങ്ങൾ വരിക ശരിക്കും. എന്ന് വെച്ചാൽ മാറ്റത്തിനെ മാറാൻ അനുവദിക്കണം ശരിക്കും. അത് സിനിമയായാലും ഏതായാലും ഇപ്പോൾ സാഹിത്യമായാലും എല്ലാം അത് മാറിക്കൊണ്ടേ ഇരിക്കണം. അത് കാരണം ജനറേഷൻ അനുസരിച്ച് അത് മാറും. വെച്ചാൽ നമ്മുടെ സൊസൈറ്റീൻ്റെ തന്നെ ഒരു പ്രതിഫലനമല്ലേ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കല എന്നുള്ളത്. അപ്പോൾ നമ്മുടെ കല, അപ്പോൾ കലാകാരൻ ക്രിയേറ്റ് ചെയ്യുന്ന കല അയാളുടെ റിഫ്ലക്ഷനാണ് സൊസൈറ്റിയെ കുറിച്ചിട്ടും അല്ലെ ഇതിലെ റിഫ്ലക്ഷനാണ്. അപ്പോൾ ഒരേ സാധനം പണ്ട് 20 കൊല്ലം 30 കൊല്ലം മുമ്പ് ചെയ്ത് അതാണ് ഇപ്പോഴും ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ മാറിയിട്ടില്ലെന്ന് അതിൻ്റെ അർത്ഥം. പക്ഷെ ജനറേഷൻ ഈ കാണുന്ന ആൾക്കാർ മാറി. അതുകൊണ്ടാണ് സിനിമ നമ്മൾ ചെയ്ത സിനിമകൾ വർക്ക് ചെയ്യില്ല. അപ്പോൾ കാലത്തിനനുസരിച്ചിട്ട് നമുക്ക് രൂപാന്തരപ്പെട്ടു വരാൻ സാധിക്കണം. കലയിൽ നമ്മുടെ കലയെ കാണുന്ന രീതി, എല്ലാം നമ്മുടെ വീക്ഷണങ്ങൾ മാറണം. അത് മലയാളത്തിൽ അസലായിട്ട് നടക്കുന്നുണ്ട്. ബോളിവുഡ് സിനിമയുമായി ബോളിവുഡ് അല്ല, ഹിന്ദി സിനിമ ഇതിൽ വളരെ കുറവേ ഉള്ളൂ. അതുകൊണ്ടാണ് ഹിന്ദി സിനിമ വർക്ക് ചെയ്യാത്തത്. കാരണം അവർ പണ്ടേയുള്ള കുറേ ഫോർമുലകളുണ്ടല്ലോ, ആ ഫോർമുല വെച്ചിട്ടാണ് ഇപ്പോഴും ചെയ്യുന്നത്. കാരണം ഒരു പുതിയ സബ്ജക്റ്റ്, ഇപ്പോൾ മലയാളികളാണെങ്കിൽ ഒരിക്കലും കേൾക്കാത്ത പോലൊരു സബ്ജക്റ്റ് എടുത്തിട്ട് സിനിമ എടുക്കാൻ പറഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ ആക്ടേഴ്സ് ഉണ്ട് ശരിക്കും. ഉണ്ട്. ഇപ്പോൾ ഹിന്ദി സിനിമയിലാണെങ്കിൽ ഉള്ളൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ അവർക്ക് മനസ്സിലാവില്ല. ഈ കേൾക്കാത്ത ഒരു സംഗതി അവർക്ക് മനസ്സിലാവില്ല. അവർ മുമ്പേ കണ്ടിട്ടുണ്ടാവണം. ഫോർമുലകൾ അവരുടെ മനസ്സിൽ അവർക്കും ഫോർമുലകളുണ്ട്. അത് അവർ റിജിഡാണ് ശരിക്കും. കാരണം അതിന് ആ ചട്ടക്കൂടില്ലേ, ഈ ചട്ടക്കൂടിനകത്തേക്ക് പുറത്തു പോകാൻ പറ്റില്ല. അവർക്ക് ഒരുപാട് റെസിസ്റ്റൻസ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. അത് മലയാളികൾക്കില്ല ശരിക്കും. ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം ഇവിടെ മമ്മൂട്ടിയുടെ ആ ഒരു സിനിമയുണ്ടല്ലോ, മറ്റേ ഹോമോസെക്ഷുവാലിറ്റി, അത് ഒന്ന് കാണിക്കുന്നൊന്നുമില്ല. കാതൽ എന്ന് പറഞ്ഞ സിനിമ, അത് അങ്ങനെയുള്ള ഒരു സിനിമ ചെയ്യാൻ തയ്യാറാകുകയെന്നുള്ളതല്ലേ ഈ പ്രായത്തിൽ. ഇത്രയും എസ്റ്റാബ്ലിഷ്ഡും അതും ഈ ഏജിൽ അങ്ങനെ ചെയ്യാതെ അത് ശരിക്കും പിന്നെ ഭയങ്കരമായിട്ട് അഭിമാനം അറിയിക്കുന്ന ഒരു കാര്യമല്ലേ ശരിക്കും അല്ലേ? എക്സ്ട്രീമില്ല, അത് മറ്റാരും ചെയ്യാൻ തയ്യാറാകില്ല.
എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള വലിയൊരു ബിഗ് സ്റ്റാർ ചെയ്യാൻ അതേ ക്വാളിറ്റി തന്നെ മോഹൻലാലിനുണ്ട്. ഉണ്ട്. അതെ, അവർക്ക് അതുകൊണ്ടാണ് അവർ ഇത്രയും കാലം ഇവിടെ നിൽക്കുന്നത്. കാരണം ഇത് ഈ ഒരു സബ്ജക്റ്റ് ഇതൊരു ഇന്നാണ് ഇതിനെക്കുറിച്ച് നമ്മൾ ഹോമോസെക്ഷുവാലിറ്റിയെ കുറിച്ചിട്ടോ മറ്റു കാര്യങ്ങളെ കുറിച്ചിട്ട് മുമ്പത്തെ സിനിമയിൽ അങ്ങനെ പ്രതിപാദിക്കാറില്ല. കാരണം അത് എപ്പോഴും ഇങ്ങനെ മാറ്റി നിർത്തുന്ന സബ്ജക്റ്റ്, അത് കുറച്ച് ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് അതിനെ മാറ്റി നിർത്തും. പക്ഷെ ഇന്നത്തെ അവസ്ഥയിൽ നമുക്കത് മാറ്റി നിർത്തേണ്ട കാര്യമില്ല. നമ്മളിപ്പോൾ അത് ഓപ്പൺ ആണ്. ഇല്ല, കുറേ കാര്യങ്ങൾ സെക്ഷുവാലിറ്റിനെ കുറിച്ചുള്ള ചിന്തകളും ഇതൊക്കെ കുറേ കൂടി ഓപ്പണായി വന്നില്ലേ. അപ്പോൾ അങ്ങനെ ഒരു സബ്ജക്റ്റിനെ ആക്സെപ്റ്റ് ചെയ്യാന്നില്ലേ, അത് ഗ്രേറ്റാ. അങ്ങനെയാണ് വേണ്ടത്. അത് അങ്ങനൊരു സബ്ജക്റ്റ് ഒഴിച്ച് സിനിമ എത്ര മാത്രമാണോ അല്ലെങ്കിലോ, പക്ഷെ അതിൻ്റെ സബ്ജക്റ്റ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അത് മലയാളികൾ അത് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ഈ ഒരു രീതിയിലുള്ള കാര്യങ്ങളുണ്ടല്ലോ, അത് മലയാളത്തിൽ നല്ലോണം മലയാളത്തിലാണുള്ളത്, മറ്റു ഭാഷകളിലില്ല. ഹിന്ദി ഇപ്പോൾ ഒരു വലിയൊരു ഇൻഡസ്ട്രി ആണെങ്കിലും വലിയൊരു മാറ്റങ്ങളൊന്നും അവിടെ ഉണ്ടാവുന്നില്ല എന്നാണ്. ഹിന്ദിയിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. ഹിന്ദിയിലും ഇല്ല മാറ്റങ്ങൾ. തെലുങ്കാണ് ഏറ്റവും വലിയ ഇൻഡസ്ട്രി ഇപ്പോൾ. തെലുങ്ക് പറഞ്ഞാൽ ശരിക്കും വളരെ മോശം സിനിമകൾ അവരുണ്ടാക്കുന്നത്. എല്ലാം മോശം സിനിമകളാണ്. ഹിന്ദിനെക്കാളും മോശം സിനിമകൾ. പക്ഷെ അതാണ് അവർ സിനിമ, ഇന്നത്തെ സിനിമ, കമേഴ്ഷ്യൽ സിനിമ എന്താണ്, ഡിമാൻഡിനനുസരിച്ചിട്ട് അവർ സപ്ലൈ ചെയ്യാണ്. കാരണം തെലുങ്ക് ഇൻഡസ്ട്രി എനിക്ക് തോന്നുന്നത് ഇപ്പം നടക്കുന്ന വെച്ചാൽ അവരുടെ സിനിമകളൊക്കെ ഭയങ്കര ഹിറ്റാണ്. കോവിഡിനൊക്കെ മുമ്പ് ഈ ഏറ്റവും കൂടുതൽ സാറ്റലൈറ്റ് റൈറ്റുള്ളത് ഈ തെലുങ്ക് സിനിമയുടെ ഹിന്ദി മൊഴി മാറ്റത്തിനാണ്. ഹിന്ദി സിനിമ ഏറ്റവും കൂടുതൽ അവർ എക്സ്ട്രീംലി ഭയങ്കര എക്സ്പെൻസീവാണ് ഈ തെലുങ്ക് സിനിമയുടെ ഹിന്ദി ഡബ്ഡ് വേർഷൻ. കാരണം അതിൻ്റെ ഓഡിയൻസ് ഇപ്പം UP, ബീഹാർ, പിന്നെ ഹിമാചൽ, ഉത്തരാഞ്ചൽ, ഉത്തരാഖണ്ഡില്ലേ, ഈ പ്രദേശങ്ങളിലൊക്കെ ഭയങ്കര പോപ്പുലറാണ് ഈ തെലുങ്ക് സിനിമയുടെ ഹിന്ദി പതിപ്പുകൾക്ക്. അപ്പോൾ അത് അവർക്കറിയാം. അപ്പോൾ കോവിഡിന് ശേഷം ഉണ്ടായ ഒരു ഫിനോമിനൻ എന്താ വെച്ചാൽ എല്ലാ സിനിമകളിലും പാൻ ഇന്ത്യനായി മാറി. അപ്പം അതിൻ്റെ തന്നെ അപ്പം തന്നെ ഡബ് ചെയ്തിട്ട് അപ്പം തന്നെ വരുത്. അപ്പോൾ അവരുടെ സിനിമകൾ ഈ സാറ്റലൈറ്റ് ഇതിന് പോകുന്നതിന് പകരം ഈ സിനിമകളൊക്കെ പിന്നെ ഡയറക്റ്റായിട്ട് ഹിന്ദിയിൽ അവർ ഡബ് ചെയ്തിട്ട് സ്ക്രീനിൽ തന്നെ കൊണ്ടുവന്നു. കാരണം അവരുടെ സെൻസിബിലിറ്റി, തെലുങ്ക് സിനിമയുടെ ഒരു സെൻസിബിലിറ്റി ഉണ്ട്, കമേഴ്ഷ്യൽ സിനിമയുടെ സെൻസിബിലിറ്റി ഈ പ്രദേശങ്ങളിലത്തെ ഗ്രാമീണരും അവർ ഇതിന് അവരുടെ ടേസ്റ്റിന് വേണ്ടി കേറ്റർ ചെയ്യുന്നത്. ഇപ്പോൾ ഭോജ്പൂർ അല്ലെങ്കിൽ മറ്റേ UP, ബീഹാർ, മറ്റു സ്ഥലങ്ങളിലെ അവരുടെ രുചിക്കനുസരിച്ച് അവർക്ക് വേണ്ടി കൊടുക്കുന്ന ഇതാണ്. അപ്പോൾ അവരെ ഞാൻ കുറ്റം പറയല്ല, ഓഡിയൻസിനെ കുറ്റം പറയുന്ന അവർ ഗ്രാമീണരും ഇങ്ങനെയുള്ള ആൾക്കാരാണ്. കാരണം അവർക്ക് വേണ്ടത് ഇങ്ങനെ ഈ ഹീറോയിക് ആയിട്ടുള്ള സാധനം എന്ന് വെച്ചാൽ ലാർജർ ദാൻ ലൈഫ്, പിന്നെ അങ്ങനെ ഹീറോയിസും ഇല്ലേ, ഭയങ്കരമായിട്ട് ഹീറോയിസും, പുരുഷ മേധാവിത്വം, ഇത്തരം സാധനങ്ങൾ അത് കാണാനാണ് അവർക്ക് ഇഷ്ടം. അപ്പം അങ്ങനെയുള്ളവർക്കാണ് തെലുങ്ക് സിനിമ കയറ്റർ ചെയ്യുന്നത് ഇപ്പോഴും. ഇങ്ങനെ അതിമാനുഷ കഥാപാത്രങ്ങളെ ഇതിൽ കുറച്ച്, കാരണം ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലീഷ് പറഞ്ഞാൽ കുറച്ച് റിഗ്രസീവ് ആയിട്ടുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ അതും പിന്നെ ഇതെന്താ പറയുക, ആപേക്ഷികമാണല്ലോ ശരിക്കും. അപ്പോൾ ആ രീതി അതല്ല വേണ്ട സിനിമ. മലയാളത്തിലും തെലുങ്ക് സിനിമകൾ ഇപ്പോൾ പുഷ്പ പോലുള്ള സിനിമകളൊക്കെ തമിഴിലും ഒക്കെ ഭയങ്കര അല്ല. പുഷ്പ എന്ന് പറഞ്ഞ സിനിമ എടുത്തു നോക്കുകയാണെങ്കിൽ പുഷ്പ എന്താണ് പറയുന്നത്, എന്ന് വെച്ചാൽ ഒരു സിനിമക്കാരൻ്റെ ഒരു വേൾഡ് വ്യൂ ഉണ്ടല്ലോ, ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട് എല്ലാ കലാകാരനും വേണം. അത് ശരിക്കും ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം വേറെ, പക്ഷെ അത് വേണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. പക്ഷെ എന്ത് ഫിലോസഫിയാണ് പുഷ്പ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്? അതിനകത്ത് ഇപ്പം ആൻറ്റി ഹീറോ എന്ന് പറയുന്നത് പോലും നമുക്ക് അതും പോലും പറയാൻ പറ്റില്ല. ഇതെന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി റോങ് ആയിട്ടുള്ള ചെയ്യുന്ന ഒരു സ്മഗ്ലർ ഒരിക്കലും, അല്ലെങ്കിൽ ഒരു കള്ളക്കടത്തുകാരോ അവനൊരിക്കലും ഹീറോയിക്കായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല ശരിക്കും. അവൻ്റെ ആൾക്കാർക്ക് ഹീറോ ആയിരിക്കും അവൻ. പക്ഷെ അത് നമ്മളൊരു സോഷ്യലിൽ നോക്കി നമ്മൾ ഒരിക്കലും തന്നെ ഒരു ഹീറോ ആയിട്ട് കാണാൻ പറ്റില്ല. അതുപോലെ ഒരു അപ്രൈറ്റ് ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ ഉണ്ടല്ലോ, ഒരിക്കലും നമ്മൾ വില്ലനായിട്ട് കാണാൻ പാടില്ല. അതാണിത് ചെയ്യുന്നത്, പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് പുഷ്പ. അങ്ങനെ എനിക്ക് തോന്നിയത് കണ്ട സമയത്ത്. അപ്പോൾ ഈ ഇന്ത്യൻ സിനിമ എന്നുള്ള കുറേ കാലം ഹിന്ദി സിനിമയാണ് ഇന്ത്യൻ സിനിമ എന്നൊക്കെയാണ് കരുതിയിരുന്നത്. പക്ഷേ ഇപ്പോൾ ഹിന്ദി സിനിമയുടെ ഒരു മേധാവിത്വം പോയി. ഈ റീജിയണൽ സിനിമകളാണ് ഇപ്പോൾ മോനേട്ടൻ പറഞ്ഞതുപോലെ ഈ മലയാള സിനിമകളൊക്കെ പോലെ തന്നെ റീജിയണൽ സിനിമകളിലേക്കും മോനേട്ടൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നത് ഈ കന്നഡ സിനിമ
മോനാട്ടൻ ചെയ്ത സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ഗോവ ഫിലിം ഫെസ്റ്റിവൽ വെച്ചിട്ട് മോനാട്ടൻ ഒരു ഇന്റർവ്യൂ ചെയ്യുന്നത്. VKPയുടെ കന്നഡ സിനിമ അല്ലെ, കന്നഡക്ക് വേണ്ടിയിട്ടുള്ള ചെയ്തിരുന്നത്. അപ്പോൾ ഈ റീജിയണൽ സിനിമകളുടെ മൊത്തത്തിലുള്ള സ്വഭാവം എങ്ങനെയാണ്? ഒരു ഇന്ത്യൻ സിനിമ ഇപ്പോൾ തെലുങ്കിൻ്റെ കാര്യം പറഞ്ഞു ഇപ്പോൾ മോനാട്ടൻ, തെലുങ്ക് ഏത് രീതിയിലാണ് പോകുന്നത്, അതൊരു വലിയ ബിസിനസ് ആയതുകൊണ്ട് തന്നെ അതങ്ങനെ പോകുന്നു. മറ്റു ഭാഷ ഇപ്പോൾ എനിക്കൊന്ന് മറാത്തി സിനിമകളിൽ നിന്നൊക്കെ ഒരുപാട് നല്ല സിനിമകൾ മലയാളം പോലെ തന്നെ മറാഠിയിലുണ്ട്. പക്ഷെ എന്നാൽ ബംഗാളിൽ നിന്നും ആ പഴയതുപോലെയുള്ള ബംഗാളി സിനിമയൊക്കെ നല്ല ഇതില്ല, നല്ല ടാലന്റഡ് ആയിട്ടുള്ള ഫിലിം മേക്കേഴ്സ് കുറവാണ് ഇപ്പൊ. പണ്ടൊക്കെ ധാരാളം ആൾക്കാരുണ്ട്. പണ്ട് സത്യജിത്രേമൺ, കട്ടക്, അങ്ങനൊക്കെ ഒരുപാട് അവരാണ് കുറെ ആൾക്ക് മാതൃകയായിട്ട് മാറിയിട്ടുണ്ടായിരുന്ന ഫിലിം മേക്കേഴ്സ്. ഇന്ത്യൻ സിനിമ എന്ന് പറഞ്ഞാൽ തന്നെ ഇന്ത്യയിലെ പാരലൽ സിനിമ എന്ന് പറയുന്നത് അത് പറയുന്നത് അങ്ങനെ. പക്ഷെ വേറൊരു രീതിയിലുള്ള ഒരു സിനിമ, കുറെ കൂടി സിനിമാറ്റിക് ആയിട്ടുള്ള സിനിമ, നല്ല സിനിമകൾ, നല്ല സബ്ജക്റ്റ് എടുത്ത് കുറെ കൂടി റിയലിസ്റ്റിക് ആയിട്ട് ചെയ്ത സിനിമകളാണ് അവർ ചെയ്തതൊക്കെ. കമേഴ്ഷ്യൽ സിനിമ കുറച്ചും കൂടി ഡ്രാമാറ്റിക് ആയിട്ട് ചെയ്തു എന്നല്ലേ ഉള്ളൂ. കമേഴ്ഷ്യൽ സിനിമയിലും നല്ല സിനിമകൾ ഒരുപാട് ഉണ്ടായിട്ട് ആ കാലത്തൊക്കെ. ധാരാളം ഇപ്പോൾ ഗുരുദത്ത് പോലെയുള്ളവരോ, വിമൽ റോയ്, അതിന് മുമ്പ് വിമൽ റോയ്, അവരൊക്കെ ധാരാളം നല്ല നല്ല സിനിമകൾ എടുത്തിട്ടുണ്ട്. അതും സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് എടുത്തിട്ട് ചെയ്യുന്നതായിരുന്നു. കാരണം അന്നൊക്കെ അത്തരം സിനിമകൾ കാണുമായിരുന്നു ആൾക്കാർ, കണ്ടിട്ട് ജനങ്ങൾക്ക് അതിനോട് ഇതുണ്ട്. പിന്നീട് ഒരു പ്രത്യേക സമയത്ത് എനിക്ക് തോന്നുന്നു സിനിമയുടെ ഇത് മാറി, റിയലിസത്തിൽ നിന്നൊക്കെ മാറി, അല്ലെങ്കിൽ റിയൽ സബ്ജക്റ്റ് നിന്നുമാക്കി സോഷ്യലി റെലവെൻ്റ് ആയിട്ടുള്ളതിൽ നിന്നൊക്കെ മാറിയിട്ട് വേറെ എന്തൊക്കെയോ ഇതായിട്ട് ഒരു ഹീറോയിക് ആയിട്ടുള്ള ഒരു, കാരണം നമ്മൾ ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്നും ഹീറോസിനെ വർഷിപ്പ് ചെയ്യുന്നത്. കാരണം നമ്മുടെ പുരാണങ്ങളും നമ്മുടെ ഇതിഹാസങ്ങളിലൊക്കെ എല്ലുള്ളത് ഹീറോയിസാണ്. ഹീറോ വർഷിപ്പ് നമ്മുടെ ബ്ലഡിലുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ. ഏത് പിന്നെ ഇന്ത്യയിലത്തെ ഏത് സ്റ്റേറ്റ് എടുത്ത് നോക്കിയാലും, ഏത് സ്ഥലത്ത് ഏത് ഭാഷയെ സംസാരിക്കുന്ന ആൾക്കാർ, അവരിലൊക്കെ അവരുടേതായ ഹീറോസ് ഉണ്ട്. അപ്പോൾ ഈ ഹീറോസ് വന്ന് അവരെ രക്ഷിക്കും, അവരെ സേവ് ചെയ്യുന്നുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ കഥകളിലുണ്ട്, ധാരാളം ഉണ്ട്. അപ്പോൾ ഇപ്പോഴും കുറേയൊക്കെ നടക്കുന്നത് അതുപോലുള്ള സബ്ജക്ട് സിനിമയിലും അതൊക്കെ തന്നെയാണ്. ആ ഒരു സെന്റിമെന്റാലിറ്റി ഇല്ലേ, അല്ലെങ്കിൽ ആ ഒരു തോട്ടില്ലേ, അതിനെ കാറ്റർ ചെയ്യുന്ന രീതിയിലുള്ള സബ്ജക്റ്റാണ് അവർ ഉപയോഗിക്കുന്നത്. സൂപ്പർ ഹീറോ വന്ന് നമ്മളെ രക്ഷിക്കുന്നുള്ളൊരു സാധനങ്ങൾ, അത് കാണാനാണ് ഇഷ്ടം. ലാർജർ ദാൻ ലൈഫ് ആയിട്ടുള്ള ആൾക്കാരാണല്ലോ നമ്മുടെ കഥകളിൽ. അപ്പൊ അതിന്റെ ഒരു റിഫ്ലക്ഷൻ ആയിരിക്കും ചിലപ്പോ. അതിപ്പോ ഏതാണ്ട് കുറെയൊക്കെ മാറി വരുന്നുണ്ടല്ലേ സിനിമകളിൽ, പുതിയ തലമുറ വന്നതോടെ. പുതിയ തലമുറയില് ഇങ്ങനെ വരുന്നതല്ല, പുതിയ തലമുറ തന്നെ ചെയ്യുന്നത്. പക്ഷെ വേറൊരു രീതിയിൽ മുമ്പൊക്കെ നല്ല സിനിമകൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ സ്റ്റേറ്റ്സ് ഇല്ലേ, ഗവൺമെന്റ് ഒരുപാട് ഫണ്ടിങ് ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു, സ്പോൺസർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് പല നല്ല അന്നൊന്നും മണിക്കോളൊക്കെ ചെയ്തിരുന്നത് എല്ലാം ഗവൺമെന്റ് ഫണ്ട് വെച്ചിട്ടായിരുന്നു. NFDC അല്ലെങ്കിൽ ഫിലിംസ് ഡിവിഷൻ, അത് വെച്ചിട്ടായിരുന്നു അദ്ദേഹത്തെ സിനിമ എടുത്തത്. അതുപോലെ തന്നെ അടൂർ സാറും കുറേയൊക്കെ അങ്ങനെ തന്നെയാണ്. അരവിന്ദൻ ആണ് കൂടുതൽ അങ്ങനെ മനസ്സിൽ ഇപ്പൊ ജനറൽ പിക്ചേഴ്സിന്റെ രവി പിള്ളയില്ലേ, രവീന്ദ്രനാഥൻ നായർ, അങ്ങനെയുള്ള ഒരു പ്രൊഡ്യൂസർ ഇന്നില്ല. എന്താ വെച്ചാൽ ശരിക്കും അന്ന് അങ്ങനെ ആ ജനറൽ പിക്ചേഴ്സ് രവി എന്ന് പറയുന്ന ആളുണ്ടല്ലോ, അന്നില്ലെങ്കിൽ അരവിന്ദനെ പോലുള്ള ഫിലിം മേക്കേഴ്സിന് അടൂരില്ല, എടുക്കാൻ പറ്റില്ല. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് ആരും സംസാരിക്കുന്നില്ല. ഇത് ജനറൽ പിക്ചേഴ്സ് രവി. ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരാളാണ്, ആ മനുഷ്യനാണ് ഈ കേരളത്തിലെ മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന നവോത്ഥാന സിനിമയെ വാർത്തെടുത്ത ആളാണ്. അയാൾ കശുവണ്ടി വിറ്റ പൈസ കൊണ്ടാണ്, കശുവണ്ടി മുതലാളിയാണ്. അതെ, 14 സിനിമ, എത്ര 14, അതെ 14 സിനിമ എടുത്തിട്ടുണ്ട്. ഒന്നിനും കാശ് ഉണ്ടാക്കിയിട്ടില്ല, മുഴുവൻ നഷ്ടമാണ്. പക്ഷെ എന്നാലും സിനിമ എടുത്തു. അതെ, ഈ ഇത്തരം അപ്പൊ അങ്ങനെയുള്ള ഒരു സ്പോൺസർഷിപ്പ് ഇല്ലേ ഈ നല്ല സിനിമകൾക്ക് എല്ലാം, ഒരു സ്പോൺസർഷിപ്പ് നമുക്ക് ഇന്നില്ല. അത് ഗവൺമെന്റ് ചെയ്യുന്നുണ്ടായിരുന്നു മുമ്പ്, NFDC ഒക്കെ പോലെ ഇതല്ലേ. ഇന്നതൊക്കെ പോയി, സർക്കാർ അതിൽ നിന്നൊക്കെ കൈയൊഴിഞ്ഞു പോവുകയാണ്. അതെ, സർക്കാരിന് ഇതിനോടൊന്നും താല്പര്യമില്ല, ഇന്നത്തെ സർക്കാരിന് താല്പര്യമില്ല. അതുകൊണ്ട് മാറിപ്പോയതാണ്. കാരണം അന്നും
ഇത്തരം സിനിമകൾക്ക് ഒരു ചെറിയൊരു ഓഡിയൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം അതൊരു കമേഴ്ഷ്യലായിട്ട് ഒരിക്കലും സത്യത്തിൻ്റെ സിനിമ ഒരിക്കലും കമേഴ്ഷ്യലായിട്ട് ഓടിക്കാൻ പറ്റില്ലല്ലോ. ശരിക്കും എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. കാരണം അതിനകത്ത് കുറേ ദുരൂഹതയുണ്ട്, പല കാര്യങ്ങളും. കാരണം ഇന്ത്യക്കാരൻ സാധാരണ മനുഷ്യന് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം, എല്ലാം ചെയ്ത് കൊടുക്കണം. അതിനകത്തൊരു സിനിമാറ്റിക്കായിട്ട് ചെയ്യുന്ന സമയത്ത് പല സാധനം നമ്മൾ ഊഹിക്കേണ്ട ഒരുപാട് കാര്യങ്ങളൊക്കെ വരും. അത് നല്ല സാഹിത്യത്തിലും നല്ല കലയിലെല്ലാം ഉള്ളൊരു സംഗതിയാണ് ശരിക്കും. അത് നല്ല കലകൾ ഒരിക്കലും സാധാരണക്കാരൻ്റെ അടുത്ത് എത്തിയിട്ടില്ല. കാരണം അവരുടെ എത്താൻ പറ്റിയിട്ടില്ല. കാരണം അത് ആ കലയുടെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ഡിഫറെൻറ്റ് തലങ്ങളിലായതുകൊണ്ടോ ആയിരിക്കത്തില്ല. ഇപ്പോൾ സത്യജിത്രയെക്കുറിച്ച് പറയുമ്പോഴാണ് ഈ സംവിധായകനും ക്യാമറമാനും ഇപ്പോൾ സിനിമാട്ടോഗ്രാഫർ ഏത് തരത്തിലുള്ള ബന്ധമാണ് ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഇപ്പം സത്യജിത്രയുടെ കൂടെ തന്നെ എന്നും സുബ്രതോ മിത്ര അദ്ദേഹത്തിൻ്റെ മാത്രം ക്യാമറമാനായിരുന്നല്ലോ അല്ലേ. സത്യജിത്രയെ മനസ്സിൽ കാണുന്നത് ഇദ്ദേഹം പകർത്തു എന്നുള്ളതാണ്. എന്താണ് ഈ സിനിമാട്ടോഗ്രാഫർ എന്നുള്ളത് ഡയറക്ടറുടെ ഒരു ടൂൾ മാത്രമാണോ, അല്ലാണ്ട് സിനിമാട്ടോഗ്രാഫർക്ക് അതിനപ്പുറം എന്തെങ്കിലും ചെയ്യാനുണ്ടോ? എന്താണ് മോനേട്ടൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയാനുള്ളത്? നമ്മൾ രണ്ട് ഇൻഡിവിജ്വൽസ് അല്ലേ. ഇപ്പോൾ ഡയറക്ടർ ആയാലും ഒരു ഇൻഡിവിജ്വലാണ്, സിനിമാട്ടോഗ്രാഫർ ഒരു ഇൻഡിവിജ്വലാണ്. അപ്പോൾ അത് അൾട്ടിമേറ്റ് നമ്മൾ പറയുന്ന ഡയറക്ടറുടെ തന്നെയാണ് വിഷൻ, ഡയറക്ടറുടേതാണ് സിനിമ. പക്ഷേ ഡയറക്ടറുടെ സിനിമയാണെങ്കിൽ പോലും ഡയറക്ടറായിട്ടുള്ള ഒരു നെറേറ്റീവ് ഉണ്ടാവും സാധനത്ത്, ആ കഥ പറയുന്ന രീതി. അപ്പോൾ ഡയറക്ടറുടെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ട് അതിന്. അയാളുടെ ഈ സ്ക്രീൻ പ്ലേ അയാളുടെ വിഷനിലൂടെ കാണുന്നത്. ഇത് മനസ്സിലാക്കിയിട്ടാണ് സിനിമാട്ടോഗ്രാഫർ ചെയ്യുന്നതെങ്കിൽ കൂടി സിനിമാട്ടോഗ്രാഫർ ഇൻ്റർപ്രിറ്റ് ചെയ്യണം തന്നെ അദ്ദേഹത്തിന്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സ്വന്തമായിട്ടുള്ളൊരു ഇൻ്റർപ്രിട്ടേഷൻ ഈ കഥക്കൊരു ഇൻ്റർപ്രിട്ടേഷൻ നടക്കുന്നുണ്ട് പാരലായിട്ട്. ഇതല്ലെങ്കിൽ സുബ്രതോമിത്രയല്ല വേറൊരാളാണ് ആ സ്ഥലത്ത് വന്ന് ചെയ്യുന്നതെങ്കിൽ, വേറൊരു സിനിമാട്ടോഗ്രാഫറാണ് സുബ്രതോമിത്രയുടെ സ്ഥലത്ത് ചെയ്ത് ഇതേ സിനിമ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സുബ്രതോമിത്ര ചെയ്ത പോലെ തന്നെ ആയിരിക്കേണ്ടതും. അതൊരിക്കലും ആവില്ല. കാരണം നമ്മുടെ ഒരു വ്യക്തിത്വവും നമ്മളെ ലോകത്ത് കാണുന്ന ഒരു രീതിയും ആ രീതി നമ്മുടെ വർക്കിൽ റിഫ്ലക്ട് ചെയ്യും. ഡയറക്ടറുടെ സിനിമ ആയിരിക്കുമ്പോൾ പോലും സ്വീകരിക്കപ്പെടുന്ന ക്യാമറാമാൻ്റെ സിനിമ കൂടിയാണ്. തീർച്ചയായിട്ടും. എന്ന് വെച്ചാൽ ഡയറക്ടറുടെ ഒരു നെറേറ്റീവും സിനിമാട്ടോഗ്രാഫറിൻ്റെ ഒരു നെറേറ്റീവും പാരലായിട്ട് പോകുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് വെച്ചാൽ എങ്ങനെ ഇത്, അല്ലാതെ വളരെ ഡിക്റ്ററ്റോറിയലായിട്ട് ഒരു ഡയറക്ടർ ചെയ്യാണ് ഇത് മാത്രമാണ് എനിക്ക് വേണ്ടത്, അത് മാത്രമാണ്, അത് വേറൊരു കാര്യം. അല്ലാതെ സിനിമാട്ടോഗ്രാഫർ ഒരുവിധം എല്ലാ കേസിലും സിനിമാട്ടോഗ്രാഫേഴ്സ് അതിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ട് അതിന് കാര്യമായിട്ട്. പിന്നെ ഈ ടെക്നോളജി മാറുമ്പോൾ എനിക്കൊന്ന് മോനേട്ടൻ ഈ ഫിലിം ക്യാമറകളിലും വർക്ക് ചെയ്ത ആളാണ്. ഫിലിം ക്യാമറ ആയതിൻ്റെ ഒരു അന്തിമഘട്ടം വരെയൊക്കെ അവിടെ നിന്നൊക്കെ ആയിരിക്കും വന്നത്. ഈ ടെക്നോളജി മാറുന്നത് ക്യാമറാമാന് ഗുണമാണോ, ക്യാമറ കൈകാര്യം മാറിയത് ഗുണമാണോ ദോഷമാണോ, എന്താണ്? ഗുണദോഷങ്ങൾ എന്ന് പറയാൻ പറ്റില്ല ശരിക്കും. ടെക്നോളജി അന്നത്തെ ഒരു പ്രോസസ്സിങ്ങിൻ്റെ ഒക്കെ ഒരു അതൊക്കെ ഉണ്ട്. അല്ല അത് ഓരോരോ സമയത്തുള്ള ഓരോരോ കാര്യങ്ങൾ. പക്ഷെ അതൊരു ടൂള് മാത്രമാണ് ശരിക്കും. ക്യാമറ എന്നുള്ളത് പിന്നെ ഒരു ടൂൾ. ഇപ്പം നമ്മൾ കവിത എഴുതുന്നുണ്ടെങ്കിൽ ഇപ്പം പെന്നിലായാലും പെൻസിലിനോണ്ടായാലും എങ്ങനെ ചോക്ക് കൊണ്ട് എഴുതിയാലും ഇപ്പോൾ അത് വരുന്നതും ഇതല്ലേ. അതുണ്ടാക്കുന്ന ഫൈനലി അതുണ്ടാക്കുന്ന കീബോർഡിലായാലും അല്ലേ. പക്ഷെ അതിനുള്ളൊരു സംഗതി എന്ന് വെച്ചാൽ ഇപ്പം ഒരു കാലിഗ്രാഫി നല്ല വൃത്തിയിൽ എഴുതുന്നല്ലേ, അതിൻ്റെ പ്രസൻറ്റേഷനിൽ അത് ബ്യൂട്ടി ഉണ്ടാക്കും. കവിത പുസ്തകം കാണുമ്പോൾ അതെങ്ങനെ ചെയ്തു എന്നില്ലേ, അതിൻ്റെ ലേ ഔട്ടും അതിൻ്റെ ഇതൊക്കെ കാണുമ്പോൾ അതിൻ്റെ ഒരു ബ്യൂട്ടി ഉണ്ട്. ആ ഒരു സാധനത്തിന് അതാണ് ടൂൾ എന്ന് പറയുന്ന സാധനം ശരിക്കും പറഞ്ഞാൽ. ആ ടൂള് അത് കാണുമ്പോൾ നമുക്കത് വായിക്കാൻ തോന്നും സാധനം ആ രീതിയിലുണ്ടല്ലോ. വളരെ സിമ്പിളായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്താൽ അങ്ങനെ പറയാം. അപ്പോൾ അതൊരു ടൂൾ മാത്രമാണ്. അപ്പോൾ ഓരോരോ ടൂൾ ഉണ്ടാകുന്ന സമയത്ത് അത് ഫിലിം ഉപയോഗിക്കുന്ന ക്യാമറയാകുമ്പോൾ അതും ഇപ്പോൾ ഡിജിറ്റൽ ഇതിലേക്ക് വന്ന സമയത്തും അത് നമ്മളെങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഈ രണ്ട് കാലത്തും വർക്ക് ചെയ്യുന്ന അത് ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക ഒരു ടെക്സ്ചർ ഉണ്ട്. അത് ഫിലിമിൻ്റെ ഒരു പ്രത്യേക തരം ടെക്സ്ചർ ഉണ്ട്. ആ ടെക്സ്ചർ നമ്മൾ ഫീൽ ചെയ്യും കാണുന്ന സമയത്ത്. നമ്മൾ എന്തുകൊണ്ടാണ് അതങ്ങനെ അറിയില്ല, അത് ഓഡിയൻസിന് ഫീൽ ചെയ്യുന്നൊരു സംഗതിയുണ്ട്. ആ ഒരു ഞാൻ പറഞ്ഞില്ലേ ഈ പുസ്തകത്തിൻ്റെ ഇതുപോലെ നല്ല നല്ല വൃത്തിയിൽ ചെയ്ത ഒരു സാധനങ്ങളും അതിൻ്റെ ആ ഒരു ഫീലിംഗ് ഇല്ലേ, അത് ഉണ്ടാക്കുന്ന കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കുന്നേ ഉള്ളൂ. പക്ഷെ അത് ഫിലിം ക്യാമറയിൽ ഉണ്ടാക്കുന്നത് പോലെ ടെക്സ്ചർ നമുക്ക് ഡിജിറ്റൽ ക്യാമറ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ സ്കിൽഡ് ആയിട്ടുള്ളൊരു സിനിമാട്ടോഗ്രാഫർ ആണെങ്കിൽ. അപ്പോൾ ടൂള് വരുന്നത് കൊണ്ട് സൗകര്യങ്ങൾ ധാരാളം ഉണ്ടായി. സൗകര്യമുണ്ട്. പിന്നെ ഒരു ചോദ്യം, പിന്നെ നമുക്കിപ്പോൾ ഇന്ന് എല്ലാവരും ക്യാമറമാന്മാരാണ്. ഇപ്പം ഞാനും വേറെ അർത്ഥത്തിൽ ക്യാമറമാന്മാരാണ്. പക്ഷെ എന്നാലും യഥാർത്ഥ ഫോട്ടോസുകളും യഥാർത്ഥ വിഷ്വൽസുകളെ നിലനിൽക്കും.
പക്ഷേ ഈ അത്രയേറെ എല്ലാവരും ഒരു വെല്ലുവിളിയല്ലേ ഒരു പുതിയ ക്യാമറ. പണ്ടാണെങ്കിൽ ഒന്നോ ഈ അപൂർവ ആളുകളെ ക്യാമറ കൈകാര്യം ചെയ്യുന്നുള്ളൂ. ഇന്നാണെങ്കിൽ ധാരാളമായി എല്ലാവരുടെ കയ്യിലും ക്യാമറയുള്ള ഒരു കാലത്ത് ഒരു വെല്ലുവിളിയില്ലേ, മാറി ഒരു വിഷ്വലിൽ ഒരു ചലഞ്ച് ഉണ്ടോ? അതായത് മറ്റൊന്നും ഉണ്ടാക്കാൻ, കാരണം നമ്മൾ കണ്ടുമടുത്തതല്ലേ എന്ന തോന്നൽ ഒരുപാട് ഉണ്ടാവില്ലേ ഇപ്പോൾ? അല്ല, അതുണ്ട്, അത് ശരിക്കും ആ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ കാരണം ഒരു ഇപ്പം ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് വെച്ചാൽ പിന്നെ ഒരു ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായി മാറിയിട്ടുണ്ട്. കാരണം എല്ലാവരുടെയും മൊബൈൽ ഫോണുണ്ട്, അതിൽ 2-3 ക്യാമറയുണ്ട്, 4 ക്യാമറകളുള്ള മൊബൈൽ ഫോണും ഉണ്ട്. അപ്പോൾ അത് ചെയ്യുമ്പോൾ അതിൽ ഒന്നും ചെയ്യണ്ട, അത് പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്താൽ മതി, ബാക്കിയൊക്കെ ക്യാമറ ചെയ്തോളൂ. ബാക്കി പണിയൊക്കെ പ്രോസസ്സിങ്ങും മറ്റേതും ഇതൊക്കെ ക്യാമറ ഇത് ചെയ്യുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ എത്തിയതുകൊണ്ട് പിന്നെ അതൊരു ചാലഞ്ചിങ് ആണെന്ന് തോന്നുന്നില്ല സിനിമാറ്റോഗ്രാഫി. നല്ല സിനിമാറ്റോഗ്രാഫി എന്ന് പറയുന്നത് നമ്മളൊന്ന് കണ്ടിട്ട് നമ്മളൊരു സാധനം ഒരു ഫ്രെയിം ഉണ്ടാക്കുക എന്ന് പറയുന്നത് എന്താണ് ഫ്രെയിമിൽ വേണ്ടാത്തത്, വേണ്ടാത്തല്ല ഒഴിവാക്കല, ആ വേണ്ടാത്തത് ഒഴിവാക്കുക എന്നുള്ളതല്ലേ, അതാണ് ഏറ്റവും വലിയ ഡിസിഷൻ. അതെ. എന്താണ് വേണ്ടതിനേക്കാളും എന്താണ് വേണ്ടാത്തത്, ഇത് വേണ്ട ഇത് വേണ്ട. അപ്പോൾ സിനിമ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു പിന്നെ ക്രിയേറ്റീവായിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് അതാണ് നമ്മുടെ ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയെടുക്കുന്നത് ശരിക്കും. അതെ, കാരണം സാധാരണ ചെയ്യുന്ന ആൾക്കാർക്ക് എന്താണ് വേണ്ടാത്ത എന്താണ് വേണ്ടതെന്ന് അറിയില്ല. അവരിങ്ങനെ കാണുമ്പോൾ എല്ലാം പോകുന്നല്ലാതെ നമുക്ക് എന്താണ് വേണ്ടാത്തത് എന്ന് പറയുന്നത് നമുക്ക് എന്താണ് വേണ്ടത് ശരിക്കും നല്ലൊരു ഇത് വരും, ഡിസിഷൻ വരും. അപ്പോൾ അതാണ് നമ്മൾ വേറിട്ട് നിർത്തുന്നത് പ്രൊഫഷൻ എന്നുള്ള രീതിയിൽ. ഇപ്പോൾ വേണുവിൻ്റെ കൂടെ ക്യാമറാമാനായിരുന്ന വേണുവായിരുന്നു, പിന്നീട് അതിൻ്റെ കൂടെയാണ് മോനേട്ടൻ കാർബൺ മലയാളത്തിൽ ചെയ്തത്. ഇപ്പോൾ വേണു മാത്രമല്ല, ഇപ്പോൾ ഷാജി സാറ് വെച്ച് തൊട്ട് തുടങ്ങിയാലും നമ്മുടെ ക്യാമറ സിനിമാറ്റോഗ്രാഫേഴ്സ് ഒക്കെ ഇപ്പോൾ രാജീവ് രവി ആയാലും ഇങ്ങനെ അമൽ നീരദ് ആയാലും ഇങ്ങനെ ഇവിടെ എത്തിക്കുന്ന എല്ലാവരൊക്കെ ഡയറക്ടർമാരായി വേഗത്തിൽ. പലരും മോനേട്ടനിൽ അങ്ങനെ ഒരു മോഹം ഉണ്ടായിരുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ശ്രമത്തിലേക്ക്? ഇല്ല, മോഹം ഉണ്ടായത് ചെയ്യണം എന്നൊക്കെ ആലോചിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിൽ തന്നെ ഒരു സമയം മാറിയിട്ട് ചെയ്യാൻ പതുക്കെ ചെയ്യുന്നതൊക്കെ ഇത്രയും പ്രായമായി. ഇപ്പം എനിക്ക് ചെയ്യാൻ അങ്ങനെ പ്രത്യേകിച്ച് തോന്നാറില്ല. അല്ല, എങ്ങനെയാണ് ഇതിങ്ങനെ മടുത്തു എന്നാണോ, എങ്ങനെയാണ് അത്? ഇല്ലേ, മടുത്തിട്ടൊന്നുമില്ല. ഇല്ലേ ഇപ്പം സിനിമാറ്റോഗ്രാഫി അല്ലെങ്കിൽ സിനിമ മടുക്കുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഞാനപ്പോൾ നിർത്തും. ഞാനൊരിക്കലും മടുത്തിട്ട് ശേഷം വെറും ഇത് തൊഴിലല്ലേ എന്ന് കൊണ്ടുപോകില്ല. ഒരിക്കലും ഞാൻ എൻ്റെ ഒരു പാഷൻ ഉള്ള കാലം വരെ ഞാൻ വർക്ക് ചെയ്യും. അത് പാഷൻ എനിക്കില്ല, ഇതിനോടൊരു താല്പര്യം തോന്നില്ല എന്നുള്ളൊരു പോയിന്റ് വന്നിട്ടുണ്ടെങ്കിൽ എത്ര പണിയുണ്ടെങ്കിലും ഞാൻ നിർത്തും. ആ ഒരു പാഷൻ ഇപ്പോഴും ഈ വീട്ടിൽ നിന്ന് പോകുമ്പോൾ അതിപ്പോഴും ഉണ്ട്. അത് എന്ത് വർക്ക് ചെയ്യുമ്പോഴും ആ പാഷനിൽ തന്നെയാണ് ഇപ്പോഴും ചെയ്യുക. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ വീട്ടിലാണ് ഇരിക്കുന്നത്, ഈ വീട്ടിലേക്ക് തന്നെ വരാൻ തോന്നുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ എത്തുമ്പോൾ ഇപ്പോൾ മോഹനേട്ടൻ ഇപ്പം ബോളിവുഡിലൊക്കെ ഒരു വലിയൊരു ക്യാമറാമാനായി, ഈ നാട്ടുകാരൊക്കെ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? പഴയ മോഹനനെയാണോ അല്ല ബോളിവുഡ് ക്യാമറാമാനായ മോഹനനെയാണോ? അവരെന്നെ എങ്ങനെ കാണുന്നു എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ അവരൊക്കെ കാണുന്നത് പഴയതുപോലെ തന്നെ. അതെ അല്ലേ, അവരും എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഞാൻ അവരൊക്കെ എൻ്റെ നാട്ടുകാർ അവരെൻ്റെ കൂടെ ഉണ്ടായത്, ഞാൻ പണ്ടെങ്ങനെയാണ് അവരെ കണ്ടത് അതേപോലെ തന്നെയാണ് ഇപ്പോഴും കാണുന്നത്. അതിലെന്ത് എനിക്കങ്ങനെ വലിയ വ്യത്യാസം ഞാനെന്തോ ഇവിടെ പോയി ജോലി ചെയ്യുന്നു, അതെൻ്റെ ഫീൽഡ് അങ്ങനെയുള്ളതായതുകൊണ്ട് അതിൽ എനിക്ക് ഞാൻ അറിയപ്പെടുന്ന ഒരാളായി മാറി, അത്രയേ ഉള്ളൂ. പിന്നെ അതിൽ തന്നെ നല്ല അഭിമാനമുണ്ട് ശരിക്കും, പക്ഷെ അങ്ങനെ അഹങ്കാരമൊന്നുമില്ല അതിൻ്റെ മേലെ. അപ്പൊ ഈ നാട്ടിലെത്തുമ്പോഴൊക്കെ എന്താണ് ചെയ്യുക? എങ്ങനെ ഒരു ഏകാന്തതയും പഴയ ഓർമ്മകളിലേക്കൊക്കെ വല്ലപ്പോഴല്ലേ വരുന്നത് നാട്ടിലേക്ക്? അതെ, നാട്ടിൽ വന്നൊന്നും അങ്ങനെ ഒന്നും ചെയ്യാറുന്നില്ല. ഞാൻ അമ്മയുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ഞാൻ അമ്മേൻ്റെ കൂടെ ഇരിക്കും, വന്നിട്ട് അമ്മേൻ്റെ കൂടെയാണ് ഇരിക്കുക. 2-3 ദിവസം ഇങ്ങനെ അമ്മയോട് സംസാരിച്ചുകൊണ്ടിരിക്കും, അങ്ങനെ ചെയ്യും. അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇരിക്കും. ഞാനങ്ങനെ അധികം പോകാറുന്നില്ല. പിന്നെ ചില സുഹൃത്തുക്കളുണ്ട്, വളരെ പണ്ടേയുള്ള പഴയ സുഹൃത്തുക്കൾ, അവരെ കാണാൻ പറ്റുന്നതാണ്, അല്ലാതെ ഒന്നും ചെയ്യാറില്ല. ഈ കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ മലയാളികളുടെ ഭാഗമായിട്ട് തന്നെ നിൽക്കാനുള്ള അല്ലെങ്കിൽ ഒരു തിരിച്ചുവരവ്, ഒരു പൂർണ്ണമായൊരു തിരിച്ചുവരവുണ്ടോ? എങ്ങനെയാണ് ഉണ്ടാവുക? അതെനിക്കറിയില്ല, പൂർണ്ണമായ തിരിച്ചുവരവില്ല. ഞാൻ എപ്പോഴും ഇവിടുന്ന് പോയിട്ടില്ല, അത് മനസ്സുകൊണ്ട് മനസ്സുകൊണ്ട് ഒരിക്കലും പോയിട്ടില്ല. അവിടെ തിരിച്ചുവരവ് അങ്ങനെ ഒന്നുമില്ല ശരിക്കും. ഇല്ല, ഞാനിവിടെ തന്നെ, ഞാൻ നാട്ടിലെ സിനിമകളും അതൊക്കെ തന്നെ എൻ്റെ മനസ്സിൽ എപ്പോഴും ഉള്ളത്. എത്ര ദൂരെ പോയാലും നാടിനെ കൊണ്ട് നടക്കും. എൻ്റെ ഫിസിക്കലായിട്ട് മാത്രമേ ഞാൻ പോയിട്ടില്ല. പിന്നെ അവിടുത്തെ എൻ്റെ ജോലി എവിടെയാണോ ചെയ്യുന്നതല്ലാതെ മലയാളത്തിൻ്റെ അതാ എൻ്റെ കുട്ടികളും അങ്ങനെ തന്നെ. എൻ്റെ മോനൊക്കെ എനിക്ക് തോന്നുന്നു എന്നെക്കാളും കൂടുതൽ അവന് പയ്യന്നൂരിനെ കുറിച്ചിട്ടും
പയ്യന്നൂരിൻ്റെ സംസ്കാരത്തെക്കുറിച്ചും കേരളത്തിൻ്റെ സംസ്കാരത്തെക്കുറിച്ചും കേരളത്തിലെ കലകളെക്കുറിച്ചും എല്ലാവരും അറിയാം. എന്നെക്കാളും കൂടുതൽ നേരത്തെ പറഞ്ഞത് അവനിപ്പോ തെയ്യത്തിലും ഒക്കെ താല്പര്യം വന്നു. എനിക്ക് തോന്നുന്നു എന്നെക്കാളും കൂടുതൽ തെയ്യം കണ്ടിട്ടുണ്ട് അവൻ 2 കൊല്ലം കൊണ്ട്. എല്ലാ സ്ഥലത്തും പോയി തെയ്യം കണ്ട് അതിനെക്കുറിച്ച് എല്ലാം അറിയുകയും ചെയ്യാം. അതിൻ്റെ മിത്ത് എന്താണ്, അതിൻ്റെ ഇതെല്ലാം അറിയുകയും ചെയ്യാം. മകളാണെങ്കിൽ ഇപ്പൊ മലയാളത്തിന്റെ പ്രിയപ്പെട്ട താരവുമായി മാറി. അതാവട്ടെ, ഇനിയും പ്രിയപ്പെട്ട താരമായി മാറട്ടെ എന്നുള്ള എൻ്റെ ആഗ്രഹം. എന്തായാലും വളരെ അഭിമാനമേ ഉള്ളൂ ശരിക്കും. അതെ അല്ലേ? തീർച്ചയായിട്ടും നമ്മുടെ ഒരു മാതൃഭാഷയല്ലേ, മാതൃഭാഷ മാത്രമല്ല നമ്മുടെ ഒരു സംസ്കാരം. അതിൽ തന്നെ അവൾ തിരിച്ച് ബോംബെയിൽ നിന്ന് വളർന്ന കുട്ടി തിരിച്ച് അവിടെ വന്ന് ഇവിടെ തിളങ്ങുക എന്നുള്ളതല്ലേ. പിന്നെ വേറൊരു അവസരം കൂടി ഉണ്ടാവില്ല. ഇപ്പൊ KU മോഹനന്റെ മകൾ എന്ന രീതിയിൽ അവൾക്ക് ബോളിവുഡിലേക്കും ഒരു വഴിയുണ്ടോ? എങ്ങനെയാണത്? അങ്ങനെ ഏതെങ്കിലും അച്ഛന്റെ പ്രശസ്തി ഉപയോഗിക്കുന്നുണ്ടോ മകള്? ഇല്ല, ഒന്നും ഉപയോഗിക്കാറില്ല. അവള് ഒരിക്കലും ഉപയോഗിച്ചില്ല, ഞാനും ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ ഒരു ഇത് ഞാനങ്ങനെ എനിക്ക് തോന്നുന്നില്ല ഞാൻ എന്തെങ്കിലും അവളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഈസി ആയിട്ട് അവിടെ എത്താൻ വേണ്ടിയിട്ടുണ്ടല്ലോ, ഒരിക്കലും ഇല്ല. ഒന്നും ചെയ്തിട്ടില്ല. ചിലപ്പോൾ എന്നെ അറിയുന്നത് മറ്റുള്ളവരാരുണ്ട്, അവരറിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അല്ലാതെ ഞാനായിട്ട് ആരോടും അവളെ ഹെൽപ്പ് ചെയ്യാനോ അങ്ങനെ രീതിയിൽ ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഒരിക്കലും പറഞ്ഞിട്ടില്ല, ഒരിക്കലും പറയുകയും ചെയ്യില്ല. അതുപോലെ തന്നെ അവളത് ഉപയോഗിച്ചിട്ടുമില്ല. എൻ്റെ ഒരു വിലാസം, ആ ഒരു അഡ്രസ് ഉപയോഗിച്ചിട്ട് എവിടെയും കയറി ചെല്ലാൻ ശ്രമിച്ചിട്ടില്ല. ഇല്ല, ഒരിക്കലും ഇല്ല. അത് ടാലന്റ് അവളുടെ കഠിനാധ്വാനം കൊണ്ട് മാത്രം നേടിയെടുത്ത. എന്തായാലും വളരെ സന്തോഷം ഇത്രയും സമയം നമ്മളോട് കൂടെ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ സംസാരിക്കാനാകും. അല്ലെങ്കിൽ നമ്മൾ ബോംബെയിലേക്ക് വരേണ്ടി വരട്ടെ ഇന്റർവ്യൂ എടുക്കാൻ. ഇവിടെ വന്ന് ഇങ്ങനെ നമുക്ക് കിട്ടിയത് ഈ വീട്ടിൽ വെച്ച് തന്നെ കിട്ടിയതിൽ വളരെ സന്തോഷം. ഓക്കെ.